ഹായ് ഫ്രണ്ട്സ്, വേറിട്ട വിസ്മയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കൂൺ മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ പാൽക്കൂണാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ 300 ഗ്രാം കൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1-2 സവാള ചേർക്കാം. ഞാനിവിടെ ഒരു സവാള ചതുരത്തിൽ അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. സവാള നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂണും മല്ലിപ്പൊടി 3 സ്പൂണും. പൊടികളുടെ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായി വഴന്നു വന്ന ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇനി കൂണിടുമ്പോൾ കൂണിന്നും വെള്ളം വരുമല്ലോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് പാൽക്കൂൺ ഇട്ട് കൊടുക്കാം. പാൽക്കൂൺ ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചതാണ്. അത് വീണ്ടും ഒന്നുകൂടി വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കുകയാണ്. കൂണത്തെ വെള്ളം നന്നായി പിഴിഞ്ഞു കളഞ്ഞ ശേഷം ഇതിലിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ചിപ്പിക്കൂണിനേക്കാളും വേവ് കൂടുതലാണ് പാൽക്കൂണിന്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ ടൈം വേവിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കൂണ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും 1 നുള്ളു ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂൺ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഇറക്കി വയ്ക്കാം. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.